പരീക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എന്നാൽ വീഡിയോ പൂർണ്ണമായും കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജീവിതത്തിൽ വരുന്ന പല പരീക്ഷണ ഘട്ടങ്ങളിലും വിവിധങ്ങളായ ഇൻ്റർവ്യൂകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് തിരിച്ചു വരാനൊക്കെ ഇത് ഉപകാരപ്പെടും. പരീക്ഷയുള്ള അന്ന് രാവിലെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 16 തവണ ചെല്ലുക. അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് സൂറത്തു ഷറഹ് 11 തവണ പാരായണം ചെയ്യുക. പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ സൂറത്തു ഷറഹ് ഒരു തവണയും യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്ർ 11 തവണയും യാ സലാമു യാ അല്ലാ എന്ന ദിക്ർ 11 തവണയും മനസ്സിരുത്തി ചൊല്ലുക. പരീക്ഷ പ്രഖ്യാപിച്ച ദിവസം മുതൽ റിസൾട്ട് വരുന്ന ദിവസം വരെ എല്ലാ ദിവസവും 113 തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും വരുന്ന വലിയൊരു പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്നത്. പലപ്പോഴും പരീക്ഷാ ഹാളിൽ കയറിയാൽ പരീക്ഷ പേടി കാരണമൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായും മറന്നു പോവുകയും ഒരുപാട് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വരാനും സുഖമായിട്ട് പരീക്ഷാ പേപ്പറിൽ എഴുതാനും ഇത് ഉപകാരപ്പെടും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും പഠിക്കാതെ ദിക്റുകൾ ചൊല്ലിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറി ചെന്നാൽ സുഖമായിട്ട് വലിയ മാർക്കോടെ വിജയിച്ചു പോരാമെന്നല്ല. മറിച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് സുഗമമായിട്ട് പരീക്ഷ എഴുതിയിട്ട് വിജയം നേടാനും സാധിക്കുമെന്നാണ്. പരീക്ഷാർത്ഥികളോട് പറയാനുള്ളത്, കൃത്യമായി പഠിച്ചുകൊണ്ട് വിജയിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ പരീക്ഷാ ഹാളിലേക്ക് പോയാൽ പരാജയപ്പെടുക എന്നത് പ്രയാസമാണ്. ത്വാരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കപ്പൽ ഇറങ്ങിയ ശേഷം തൻ്റെ സൈനികരോട് പറയുന്നുണ്ട്, നമ്മൾ ഇറങ്ങിയ കപ്പലുകൾ മുഴുവനും ചുട്ട് കരിച്ച് കളയാൻ വേണ്ടിയിട്ട്. സൈനികരൊക്കെ അമ്പരന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ എത്തിച്ചേർന്ന കപ്പലുകൾക്ക് മുഴുവനും തീയിട്ട് നശിപ്പിക്കുകയാണ്. എല്ലാം കത്തി ഒടുങ്ങിയപ്പോൾ ത്വാരിഖ് ബിൻ സിയാദ് തൻ്റെ സൈന്യത്തെ നോക്കി പറയുന്നുണ്ട്, ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജയിച്ച് കീഴടക്കുക എന്നത്. അവരുടെ ചരിത്രം പറയുന്നുണ്ട്, ആ രാജ്യം മുഴുവനും കീഴടക്കാൻ അവർക്ക് ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നെന്ന്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ വിജയമാണ് ലക്ഷ്യമെങ്കിൽ പരാജയം എത്തിപ്പെടുക എന്നതാണ് പ്രയാസം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി പഠിച്ച് ഉന്നതമായ വിജയം നേടാൻ സാധിക്കട്ടെ എന്ന വിജയാശംസകൾ നേരുന്നു.